ഇത് കണ്ടോ, പാവപ്പെട്ട എനിക്ക് വർക്ക്ഷോപ്പിൽ നന്നാൽ ഈ പണക്കാർക്ക് കൊടുക്കണമില്ലേ? വണ്ടി വാടക തന്നില്ലേലും വേണ്ട, അത് അവിടെ നിന്ന് ഇറക്കി തന്നാ മതി. തെറ്റ് എന്റെ ഭാഗത്തെ പപ്പ. അമ്മയെ കാണാനുള്ള ധൃതിയില് ഞാൻ. സാരമില്ല മോളെ. ഏതാ വർഷോപ്പ് വെച്ചാ ബില്ലടിച്ചേക്കും. സാറും സാറിന്റെ മോളും ഇത്ര നല്ലവരാന്ന് ഞാൻ അറിഞ്ഞില്ലട്ടോ സാറേ. ഇത് എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നല്ല സാറേ. അല്ല, എന്റെ വണ്ടി ഇറങ്ങാൻ എന്തായാലും 2 മാസം സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചോദിച്ചോളാം. ഇയാളാണ് കൊള്ളാലോ. ശ്രീ, നമുക്ക് ഇയാള് നമ്മുടെ എസ്റ്റേറ്റിന്റെ ജനറൽ മാനേജർ ആക്കിയാലോ? ജനറൽ മാനേജർ എന്നൊക്കെ പറയുമ്പോ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്ത് വൃത്തിയായിട്ട് പണിയാനും തയ്യാറാ സാറേ. നീ ഏതുവരെ പഠിച്ചു? ഒന്നും പഠിച്ചില്ല. അങ്ങനെ പഠിച്ചിട്ട് ഞാൻ ആരുടെയും കാല് പിടിക്കാൻ വരുമോ? പിന്നെ ജീവിക്കാൻ വേണ്ടി അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഇതെന്നെ 5-6 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച സാറേ. ഇവനാണ് സ്മാർട്ടാണല്ലോ. ഇവനിപ്പോ നമ്മൾ എന്ത് പണി കൊടുക്കും? ഇവനെന്ത് പണി കൊടുക്കാനാ? ഇവൻ നമുക്കിട്ട് പണിയില്ലേ? ഞാൻ ഒന്നാമത്തെ ഡ്രൈവറാണ് സാർ. കണ്ട, എനിക്കിട്ട് പണി കിട്ടി. ഡ്രൈവർ പണി മാത്രമല്ല, ഞാൻ അടുക്കളയിൽ നന്നിട്ട് പണിയെടുക്കും സാർ. വേലക്കാരി ഞാനും പണി കിട്ടി. സാറി പുരാവസ്തുവിനൊക്കെ റെസ്റ്റ് കൊടുക്കും. വിളിച്ചത് പുരാവസ്തു. അത് കേട്ടല്ലേ? എടാ, കണ്ണിനൊരു ഇച്ചിരി കാഴ്ചക്കുറവും ചെവിക്ക് കേൾവിക്കുറവ് ഒഴിച്ച് ഒരു ഡ്രൈവറാകാൻ എനിക്ക് ഒരു കുറവില്ലടാ. ഇല്ല, പിന്നിലുള്ള വണ്ടി എത്ര ഹോണടിച്ച് ബഹളുണ്ടാക്കിയാലും അപ്പൊക്കെ അറിയില്ല. അതെ, കേട്ടില്ലെങ്കിൽ എന്താ പോലെ പുറകില് മുട്ടും പറയുന്നുണ്ടല്ല. പെൻഷൻ പ്രായമൊക്കെ കഴിഞ്ഞ് തല വെളുത്തു തുടങ്ങിയില്ലേ? ഇനിയെങ്കിലും യുവതലമുറയ്ക്കൊന്ന് വഴിമാറി തന്നൂടെ? തല വെളുത്തതാണ് പ്രശ്നം. ആനയുടെ കൊമ്പ് വെളുത്തത് ആനക്ക് പ്രായമായിട്ടാ. കുറച്ച് ദിവസം നിന്ന് നോക്കട്ടോ തന്റെ കൂടെ. തനിക്ക് കുറച്ച് റെസ്റ്റ് പോവും. താൻ ഐശ്വര്യമായിട്ട് അക്കിയും കൊടുത്തേ. ഇത്രയും പെട്ടെന്ന് ജോലി ആയിരുന്നു പ്രതീക്ഷിച്ചില്ല.